ഇനി കാണാം വീട്ടുകാര്യം. വീട്ടുകാര്യവുമായി എത്തുന്നു രൂപ ജോർജ്. ഹായ് ആൻഡ് വെൽക്കം ടു വീട്ടുകാര്യം. പച്ചക്കറികൾ പാചകം ചെയ്യുമ്പോൾ അതിന്റെ പോഷകാംശങ്ങൾ നഷ്ടമാകാതെ പാചകം ചെയ്യാനായിട്ട് നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിനായിട്ട് നമ്മൾ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ചീര എന്നിവയൊക്കെ അരിയുമ്പോൾ അത് പാചകം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് നമ്മൾ അരിഞ്ഞു വെച്ചാൽ മതി. ഇപ്പൊ നേരത്തെ നമ്മൾ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ അത് എയർ ആയിട്ടുള്ള കോണ്ടാക്ട് കൊണ്ട് അതിന്റെ പോഷകാംശങ്ങൾ നഷ്ടമാകാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ ഈ അധികം വന്ന പച്ചക്കറികൾ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അത് വെവ്വേറെ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പേപ്പർ ബാഗുകളിലോ ആക്കിയിട്ട് നമുക്കത് സൂക്ഷിക്കാം. അപ്പോൾ അത് ഏറെ നാൾ അത് കേടുവരാതെ ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഇനി പച്ചക്കറികൾ നമ്മൾ പാകം ചെയ്യുമ്പോൾ അതിലുള്ള വിറ്റമിൻ ബി കോംപ്ലക്സും സിയും എല്ലാം ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരും. ഇങ്ങനെ നമ്മൾ ഈ പച്ചക്കറികൾ വേവിച്ച പോഷകം നിറഞ്ഞ ഈ വെള്ളം നമുക്ക് രുചികരമായിട്ടുള്ള സൂപ്പായിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ പച്ചക്കറികൾ വറക്കാതെ, അതായത് ഡീപ് ഫ്രൈ ചെയ്യാതെ മെഴുക്കുപുരട്ടിയോ അങ്ങനെ എന്തെങ്കിലും റോസ്റ്റോ ഉണ്ടാക്കിയാൽ അതിന്റെ പോഷകങ്ങൾ നഷ്ടമാകാതെ നമുക്കത് വിഭവങ്ങളിൽ എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഭവമാണ് കായ ഉപ്പേരി അല്ലെങ്കിൽ ബനാന ചിപ്സ്. ഇതിനായിട്ട് നമ്മൾ കായ നുറുക്കി അത് വറക്കുമ്പോൾ അല്പം ഉപ്പ് വെള്ളം കൂടി വിതറിയതിന് ശേഷം നമ്മൾ അത് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ കായ ഉപ്പേരിക്ക് നല്ല നിറം കിട്ടാനായിട്ട് അല്പം മഞ്ഞപ്പൊടി ചേർത്താൽ മതി. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചിപ്സ്, പൊട്ടറ്റോ ചിപ്സ് നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. ഇതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിന് ശേഷം അല്പം ഉപ്പ് നമ്മൾ വിതറിയിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. കൂടാതെ എണ്ണയും ലാഭിക്കാം. ഇനി നമ്മൾ സാമ്പാർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പരിപ്പ് വേവിക്കുമ്പോൾ 1 സ്പൂൺ പുഴുക്കലരി പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ അധികം പരിപ്പ് ചേർക്കാതെ നല്ല കൊഴുപ്പുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി മീൻ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ മണമാണ് നമ്മൾ വീട്ടമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നം. ഇതിനായിട്ട് ഇതാ ഒരു പോംവഴി. നമ്മൾ ഈ മീൻ അരിഞ്ഞതിന് ശേഷം അല്പം കടലമാവും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒരു മിശ്രിതം തയ്യാറാക്കിയതിനു ശേഷം അത് മീൻ കഷ്ണങ്ങളിൽ പുരട്ടി അരമണിക്കൂർ നമ്മളത് വെക്കണം. അതിനുശേഷം നമ്മൾ ഇത് കഴുകിയെടുത്ത് മീൻ വിഭവങ്ങളിൽ ചേർക്കാം. ഇതുകൂടാതെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്നതാണ് നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നം. ഇതിനായിട്ട് മസാല പുരട്ടിയ മീനിൽ മുട്ട നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം ഒന്ന് ലൈറ്റായിട്ട് ഈ മീൻ കഷ്ണങ്ങളിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ അത് പൊടിയാതെ നന്നായിട്ട് അത് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പാല് കാച്ചിയ സോസ് പാനിൽ പാല് കരിഞ്ഞു പിടിച്ചാൽ 1 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് നല്ലോണം തണുത്ത വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ അത് ഒരു രാത്രി മൊത്തം ആ സോസ് പാൻ അങ്ങനെ വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അത് കഴുകിയെടുത്താൽ ആ കരിച്ചിലെല്ലാം മാറും. ഇതുകൂടാതെ പാല് തിളപ്പിക്കുമ്പോൾ ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് നമ്മൾ പാല് തിളപ്പിക്കുകയാണെങ്കിൽ അടി പിടിക്കാതെ നന്നായിട്ട് നമുക്ക് പാലെടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഒരു നുള്ള് അരി ഇട്ട് വെക്കുകയാണെങ്കിൽ ഉപ്പ് കട്ട പിടിക്കത്തില്ല. ഇനി ബ്രൊക്കോളിയുടെ ചവർപ്പ് മാറാനായിട്ട് ബ്രൊക്കോളി നമ്മൾ ഒരു 30 സെക്കൻഡ് പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം അത് ചെറുതീയിൽ പാകം ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അതിന്റെ ചവർപ്പെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ റവ കട്ട കെട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഈ റവ അല്പം എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ദോശയും ഇഡ്ഡലിയും ഒക്കെ മാവ് ആട്ടുമ്പോൾ അത് ആട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ അത് അടയ്ക്കാതെ അത് നന്നായി ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല ദോശയും ഇഡ്ഡലിയും ഒക്കെ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീട്ടുകാര്യം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച വീട്ടുകാര്യത്തിലൂടെ.